ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂക്ക വീണ്ടും ഒരു തമിഴ് ചിത്രത്തിന്റെ ഭാഗമാവുന്നു. രാജ്കുമാർ പെരിയസ്വാമി അമരന് ശേഷം സംവിധാനം ചെയ്യുന്ന ധനുഷിന്റെ 55ാമത്തെ ചിത്രത്തിലാണ് മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വേഷമാണ് മമ്മൂക്ക ചെയ്യുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മമ്മൂക്ക ഇതുവരെ ചിത്രത്തിൽ ജോയിൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ അടൂരിന്റെ പദയാത്രയിലാണ് മമ്മൂക്ക അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പദയാത്രയുടെ ഷൂട്ടിംഗ് പൂർത്തിയായാൽ ഉടൻ മമ്മൂക്ക ധനുഷിന്റെ 55ാമത്തെ ചിത്രത്തിൽ ജോയിൻ ചെയ്യും. പേരൻപിന് ശേഷമാണ് മമ്മൂക്ക ഒരു തമിഴ് ചിത്രത്തിന്റെ ഭാഗമാവുന്നത്. പേരൻപ് മമ്മൂക്കയുടെ ഗംഭീര പ്രകടനം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നുവെങ്കിലും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ ധനുഷിന്റെ 55ാമത്തെ ചിത്രം തമിഴിൽ നിന്ന് വരുന്ന വളരെയധികം പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. അതിലൊരു പ്രധാന വേഷത്തിൽ മലയാളത്തിന്റെ മഹാനടൻ അവതരിക്കുമ്പോൾ തീർച്ചയായും വലിയ പ്രതീക്ഷയാണ്. തമിഴിൽ നിന്ന് ഈ വർഷം റിലീസാവുന്ന ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് ധനുഷിന്റെ 55ാമത്തെ ചിത്രം. ധനുഷിനൊപ്പം നായികമാരായി എത്തുന്നത് സായി പല്ലവിയും ശ്രീലീലയുമാണ്. അമരനിലൂടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ നൽകിയ രാജ്കുമാർ പെരിയസ്വാമി ഫോമിൽ നിൽക്കുന്ന സംവിധായകനാണ്. സിനിമയുടെ കഥ കേട്ട ഉടനെ തന്നെ മമ്മൂക്ക ഈ റോൾ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു. 40 ദിവസത്തെ ഷൂട്ടാണ് മമ്മൂക്കയ്ക്ക് ഈ ചിത്രത്തിലുള്ളത്. സിനിമയിൽ വളരെയധികം പ്രാധാന്യം നിറഞ്ഞൊരു കഥാപാത്രമായാണ് മമ്മൂക്ക എത്തുന്നത്. സീനുകൾ കുറവാണ് എങ്കിലും സിനിമയുടെ കഥാഗതിയിൽ വളരെയധികം പ്രാധാന്യമുള്ള വേഷമാണ് മമ്മൂക്കയ്ക്കെന്നാണ് സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം തമിഴിലെത്തുന്ന മമ്മൂക്കയുടെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി വലിയ രീതിയിലാണ് മമ്മൂക്ക ആരാധകർ കാത്തിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് മമ്മൂക്കയുടേതായ അടുത്ത റിലീസായി എത്താൻ പോകുന്നത് പാട്രിയറ്റ് ആണ്. പാട്രിയറ്റിന്റെ ഡബ്ബിംഗ് ഒക്കെ മമ്മൂക്ക പൂർത്തിയാക്കി. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക തമിഴിലെത്തുന്ന സിനിമയ്ക്ക് വേണ്ടി വലിയ കാത്തിരിപ്പുണ്ട്.